ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാനേജ്മെന്റ് ഷാവൽ. അപ്പം ഇന്നത്തെ ഫസ്റ്റത്തെ ക്ലാസ് ആണ്, സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിന്റെ ഫസ്റ്റത്തെ ക്ലാസ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് അവസാനിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു സെന്റൻസെങ്കിലും ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം. ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസിലോടുകൂടി ഈ ഒരു വീഡിയോ തുടങ്ങുകയാണ്. ഐ ലവ് യു. ഐ ലവ് യു എന്താണ് അതിന്റെ മലയാളം? ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് ഐ ലവ് യു എന്നതിന്റെ മലയാളം. അപ്പം ഈ ഒരു ഐ ലവ് യു എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് ആണ്, എല്ലാവർക്കും അറിയുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പം ഈ ഐ ലവ് യു എന്നതിന് നമുക്ക് ഈ ഒരു 3 ഫോമിൽ കൊടുക്കാം. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്. വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. ഐ ലവ് യു. ലവ് സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രവൃത്തി. ഇനിയിപ്പോ എന്താണ് സബ്ജക്ട്, എന്താണ് ഒബ്ജക്ട് എന്നുള്ളവർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവാം. കൺഫ്യൂഷൻസ് ഒന്നും ചെയ്യണ്ട. ഐ ലവ് യു, ഐ ആണ് സബ്ജക്ട്, ഞാനാണ് സ്നേഹിക്കുന്നത്. ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത്? നിന്നെയാണ് സ്നേഹിക്കുന്നത്. അപ്പം നീയാണ് അവിടെ ഒബ്ജക്ട്. യു എന്ന് പറഞ്ഞാൽ നീ. ഹു ആർ യു? നീ ആരാണ്? ഹു ആരാണ്? ഹു ആർ യു എന്നാണ് പറയാറ്. നീ ആരാണ്? അപ്പം ഐ ലവ് യു എന്ന് പറയുന്ന ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ആ ഒരു സെന്റൻസിനകത്ത് നമുക്ക് മനസ്സിലാക്കാം എന്താണ് സബ്ജക്ട്, എന്താണ് ഒബ്ജക്ട്, എന്താണ് വെർബ് എന്ന്. ഇനി ഐ കിൽഡ് ഹിം. ഐ കിൽഡ് ഹിം എന്താണ് കിൽഡ് എന്നതിന്റെ മലയാളം? കൊല്ലുക. ഞാൻ അവനെ കൊന്നു, ഞാനാണ് അവനെ കൊന്നത്. അതിന്റെ ഇംഗ്ലീഷാണ് ഐ കിൽഡ് ഹിം. അപ്പൊ എന്തുകൊണ്ട് കിൽഡ് ഹിം? എന്തായിരിക്കും കാരണം? കിൽഡ് കൊന്ന് കഴിഞ്ഞതാണ്, കഴിഞ്ഞൊരു പ്രവൃത്തിയാണ്. ഇന്നലെയോ അതോ ഇന്നലകളിൽ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് കിൽ, കൊല്ലൽ. അവനെ കൊന്നുപോയതാണ് കിൽഡ്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർബുകൾ 2 രീതിയിലാണ്. റെഗുലർ വെർബുകളുണ്ട്, ഇറഗുലർ വെർബുകളുണ്ട്. കിൽ എന്ന് പറയുന്നത് റെഗുലർ വെർബാണ്. അതുകൊണ്ട് കിൽ, കിൽഡ്, കിൽഡ്. കില്ലിന്റെ 3 ഫോമാണ്: കിൽ, കിൽഡ്, കിൽഡ്. അതുപോലെ തന്നെ ലവ് സ്നേഹം, ലവ്, ലൗഡ്, ലൗഡ്. അപ്പം നിങ്ങൾക്ക് റെഗുലർ വെർബ് എന്താണെന്ന് മനസ്സിലായി കാണും. ഇനിയിപ്പം ഞാൻ നടക്കുകയാണ്, ഞാൻ റോട്ടിൽ നടക്കുകയാണ്. ഐ ഞാൻ. നടക്കുക. നടക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ? വാക്ക്. നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഫോൺ വിളിച്ചു ചോദിക്കുകയാണ്, നീ എവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ റോട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം ഐ ആം വാക്കിംഗ് ഇൻ ദ റോഡ്. ഐ ആം വാക്കിംഗ് ഇൻ ദ റോഡ്. ഞാൻ റോട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വാക്ക് എന്ന് പറയുകയാണെങ്കിൽ വേറൊരു റെഗുലർ വെർബാണ്. വാക്ക്, വാക്ഡ്, വാക്ഡ്. പക്ഷെ ഞാൻ അവിടെ യൂസ് ചെയ്തത് വാക്കിംഗ്. വാക്കിന്റെ കൂടെ ഒരു ING ചേർത്തു. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇനിയിപ്പം ലവ്, ലവിങ്, സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കിൽ, കില്ലിങ്, കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു 3 കാര്യം മനസ്സിലായി പറയുന്നു. സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഒബ്ജക്ട് എന്താണെന്ന് വിചാരിക്കുന്നു, വെർബ് എന്താണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഇത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഫസ്റ്റത്തെ ക്ലാസ് ആണ് നിങ്ങളിപ്പോ എടുത്തത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവില്ല. ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം, കാരണം അത് അവരെന്റെ ആദ്യത്തെ 2 വീഡിയോകൾ കാണാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കാൻ വരെ അറിയാത്ത ആളുകളുണ്ട്. അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഫ്രീ
കോഴ്സാണ്, ഫ്രീ കോഴ്സാണ്. നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മൾ എന്തായാലും നമ്മുടെ ഇന്റർനെറ്റ് 1 GB 1.5 GB നമ്മൾ കിട്ടുന്നുണ്ട്. ആ ഒരു ജിബിയുടെ ഒരു 50 MB, ഒരു 20 MB ഒക്കെ മതി നമുക്ക് ഈ ഒരു വീഡിയോ കാണാൻ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ട്രെയിനിങ് ക്ലാസ്സസുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ. ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെർബുകളുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർബുകൾ എന്താണെന്ന്. വെർബ് എന്ന് പറഞ്ഞ വലിയ സംഭവങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വെർബ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഈ വെർബുകൾ, അപ്പം ഈ ഒരു വെർബുകൾ കോമൺ ആയിട്ട് വെർബുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് 2 തരത്തിൽ അവരെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റെഗുലർ വെർബും, ഒന്ന് ഇറഗുലർ വെർബും. അപ്പൊ എന്താണ് ഈ റെഗുലർ വെർബും ഇറഗുലർ വെർബും? ഈ റെഗുലർ വെർബ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ കുറച്ച് ഉദാഹരണങ്ങളായി തരാം. ഈ കാണുന്ന വാക്കുകൾക്കൊക്കെ ഇതിന്റെ ബേസ് ഫോമിൽ നിന്ന് പാസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അവരെങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ കൊടുത്ത വാക്കുകളിൽ വാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ നടക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം വാക്ക് എന്ന ബേസ് ഫോമിൽ നിന്ന് പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വാക്ക്ഡ് ആവും. പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും വാക്ക്ഡ് ആവും. അപ്പൊ ഒരു ഫിക്സഡ്. ഇതായുള്ള വാക്ക് നോക്കൂ, ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. അതിന്റെ പാസ്റ്റ് ഫോം ടോക്ക്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ടോക്ക്ഡ്. അപ്പൊ ഈ താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളൊക്കെ ഇതേപോലെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കുകളാണ്. അതുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? റെഗുലർ വെർബ് എന്ന് വിളിക്കാം. ആ റെഗുലർ എന്ന് പറയുന്ന വാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം റെഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, ഒരു സീക്വൻസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾക്ക് റെഗുലർ വെർബായിട്ട് കണക്കാക്കാം. ഇനിയുള്ള വെർബുകൾ എന്ന് പറഞ്ഞാൽ ഇറഗുലർ വെർബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പാറ്റേണുകളില്ല. അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിളുകൾ നോക്കൂ. ഈ എക്സാമ്പിളുകളൊക്കെ കണ്ടില്ലേ? ഇവർക്ക് ഇവരുടെ ബേസ് ഫോമിൽ നിന്ന് പാസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലേക്ക് മാറ്റുമ്പോഴും ഒരു റെഗുലർ പാറ്റേൺ ഇല്ല. ഇവർക്കൊക്കെ ഡിഫറെന്റ് ആണ്. കണ്ടില്ലേ? ഈ കാണുന്ന വാക്കുകളൊക്കെ ഇറഗുലർ വെർബുകളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്ത് തന്ന റെഗുലർ വെർബുകളും ഇറഗുലർ വെർബുകളും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടെന്ന് കരുതുന്നു. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കുറെ ലിസ്റ്റ് റെഗുലർ വെർബുകളുടെയും ഇറഗുലർ വെർബുകളുടെയും കുറെ ലിസ്റ്റ് ഓഫ് വേർഡ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ വേർഡുകളും അതിന്റെ കൂടെ അതിന്റെ അർത്ഥവും പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അജൂസ് ഇംഗ്ലീഷ്. ഞാൻ അജ്മൽ ഷാവൽ. അപ്പം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 വേർഡുകൾ പരിചയപ്പെടുത്തി തരാം. മാത്രമല്ല ആ ഒരു 3 വേർഡുകൾ ഈ വീഡിയോ അവസാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ തറപ്പിച്ചിരിക്കണം. ഇനി ഞാൻ തെറ്റിക്കില്ല, ഇനി ഞാൻ ഈ ഒരു വേർഡ് ഉപയോഗിക്കുമ്പോൾ തെറ്റിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ കാണുക. അപ്പൊ ഞാൻ 3 വേർഡുകളും പരിചയപ്പെടുത്തി തരാം. വേർഡ്സ് ഇതാണ്: ഈസ്, ആം, ആർ. ഈസ്, ആം, ആർ. അപ്പം എന്താണ് ഈ 3 വാക്കുകളുടെയും അർത്ഥം? ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർബുകളെ കുറിച്ചിട്ട്. ഇത് ഒരു വെർബാണ്. ഈ ഒരു വെർബ് ഞാൻ വെർബുകളുടെ ക്ലാസിഫിക്കേഷൻ 2 തരത്തിലാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. റെഗുലർ ഉണ്ട്, ഇറഗുലർ ഉണ്ട്. അതിനകത്ത് ഒരു ഇറഗുലർ വെർബാണ് ഇത്. കാരണം ഈ ഒരു വേർഡുകൾ അവരുടെ വർത്തമാന കാലത്ത് നിന്ന് പാസ്റ്റിലേക്കോ പാസ്റ്റ് ഫോമിലേക്കോ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലേക്കോ മാറ്റുമ്പോൾ വെറൈറ്റികളായിരിക്കും. 3 കൊല്ലത്തിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ഇറഗുലർ വെർബുകളുടെ ക്ലാസിഫിക്കേഷനകത്ത് ഈ ഒരു 3 വേർഡുകളും ചേർക്കാം. ഈ ഒരു വെർബിന് വേറെ പേരും പറയുന്നുണ്ട്. ഞാൻ ആ പേര് നമുക്ക് ഈ വീഡിയോയുടെ ടൈറ്റിലിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ്, എന്താണ് ഈ 3 വേർഡുകളുടെയും മീനിങ്? മലയാളത്തിൽ ഇതിന്റെ 3 വേർഡുകളുടെ മീനിങ് ആണ് അല്ലെങ്കിൽ ആകുന്നു.
ആണ് ആകുന്നു. അപ്പൊ നമുക്കിനി എവിടെ ഇനി അടുത്ത വീഡിയോയിൽ എവിടെ കാണുകയാണെങ്കിലും, എവിടെ ഈസ് കാണുകയാണെങ്കിലും, എവിടെ ആറ് കാണുകയാണെങ്കിലും, എവിടെ ആമ് കാണുകയാണെങ്കിലും അതിന്റെ അർത്ഥം ആണ് ആകുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ആണ് ആകുന്നു എന്ന് പറയുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ്. ആണ്. ഉദാഹരണത്തിന് ഐ ആം എ ടീച്ചർ, ഞാൻ ഒരു അധ്യാപകൻ ആണ്. അവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ആം വന്നിട്ടുണ്ട്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ആം എന്ന് പറയുന്ന വേർഡ്, ഈ ആം എന്ന ആകുന്നു എന്ന് പറയുന്ന വേർഡ് എപ്പോഴും ഐ എന്നതിന്റെ കൂടെ ആയിരിക്കും വരിക. ഐ ആം എ ടീച്ചർ, ഞാൻ ഒരു അധ്യാപകനാകുന്നു. ഐ ആം എ ഡോക്ടർ, ഞാൻ ഒരു ഡോക്ടർ ആകുന്നു. ഐ ആം എ ഫാർമസിസ്റ്റ്, ഞാനൊരു ഫാർമസിസ്റ്റ് ആകുന്നു. അപ്പം ഐ എവിടെയുണ്ടോ അതിന്റെ കൂടെയൊക്കെ ആം ഉണ്ടാവും. പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അതായത് ഒരു നമ്മൾ വർത്തമാന കാലത്ത് സംസാരിക്കുമ്പോൾ ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആകുന്നു. ഐ ആം എ ഫാർമസിസ്റ്റ്, ഞാനൊരു ഫാർമസിസ്റ്റ് ആകുന്നു. ഐ ആം എ ലോയർ, ഞാനൊരു വക്കീലാകുന്നു എന്നിങ്ങനെയുള്ള ആം. അപ്പൊ ഐ എന്ന് പറയുന്ന വാക്കിന്റെ കൂടെയാണ്, ലെറ്ററിന്റെ കൂടെയാണ് ആം എപ്പോഴും വരിക. ഇനി അടുത്തത് ഈസ്. എവിടെയാണ് ഈസ് വരിക? സിംഗുലാർ വേർഡ്സിന്റെ കൂടെ, അല്ലെങ്കിൽ സിംഗുലാർ നൗണിന്റെ കൂടെ, അതായത് ഒറ്റക്കുള്ള നാമങ്ങളുടെ കൂടെ. ഉദാഹരണത്തിന് അവൻ എന്ന് പറയുകയാണെങ്കിൽ ഹി ഒരൊറ്റ ആളുള്ളൂ. ഒരു ആൺകുട്ടിയെ, ഒരു ആണായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഹി എന്ന് പറയുക. അപ്പം ഹി ആകുന്നു, അവൻ ഒരു ഡോക്ടർ ആകുന്നു. ഹി ഈസ് എ ഡോക്ടർ, അവൻ ഒരു ഡോക്ടർ ആകുന്നു, അല്ലെങ്കിൽ അവൻ ഒരു ഡോക്ടറാണ്. ഹി ഈസ് എ ലോയർ, അവൻ ഒരു വക്കീലാകുന്നു. അപ്പോ ഈസ് വന്നു. അതായത് സിംഗുലാർ വേർഡുകളുടെ കൂടെ, സിംഗുലാർ നാമങ്ങളുടെ കൂടെ, അതായത് സിംഗുലർ എന്ന് പറയുകയാണെങ്കിൽ ഒരാളുകളുടെ കൂടെ. പക്ഷെ നമ്മൾ ഐ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ കൂടെ എപ്പോഴും ആം മാത്രമേ വരുള്ളൂ. ഐ ഈസ് എന്നൊരിക്കലും പറയല്ല, ഐ ആർ എന്നൊരിക്കലും പറയാറില്ല. അപ്പം ഈസ് സിംഗുലറിന്റെ കൂടെ മാത്രമേ ഈസ് വരികയുള്ളൂ. അപ്പം ഷീ അവൾ, ഇറ്റ് അത്, ഹി അവൻ എന്നിങ്ങനെയുള്ള സിംഗുലാർ നൗണുകളുടെ കൂടെ മാത്രമേ ഈസ് വരുള്ളൂ വർത്തമാന കാലത്ത്. ഇപ്പൊ എന്നോട് ചോദിക്കാണ്, അവൻ എന്താ ചെയ്യുന്നത്? ഹി ഈസ് ടീച്ചിങ്, അവൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഹി ഈസ്, അവൻ പഠിപ്പിക്കുകയായിരുന്നു, പഠിപ്പിക്കുകയാണ്. ഞാൻ ബിസിയാണ്, ഐ ആം ബിസി. അപ്പൊ കണ്ടില്ലേ, ഐന്റെ കൂടെ ആം വന്നു. ഞാൻ അജ്മലാണ്, ഐ ആം അജ്മൽ. ഞാൻ ലോയറാണ്, ഐ ആം എ ലോയർ. അപ്പം ഫ്രണ്ട്സ്, ആമിന്റെ കൂടെ എപ്പോഴും ഐ കൂടെ ഉണ്ടാവും. മാത്രമല്ല ഈസിന്റെ കൂടെ എപ്പോഴും ഒരു സിംഗുലാർ ആളുകളെ എപ്പോഴും ഉണ്ടാവുള്ളൂ. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. ഇനി ആറ്. അപ്പം എന്തായിരിക്കും? പ്ലൂരലിന്റെ കൂടെ. പ്ലൂരൽ അതായത് ഒരുപാട് ആളുകൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ കൂടുമ്പോൾ, അങ്ങനെ കുറെ ഒരു കൂട്ടം ആളുകളുടെയൊക്കെയാണ് നമ്മൾ ആറ് ചേർക്കുക. ഉദാഹരണത്തിന് കുറച്ച് കുട്ടികളുണ്ട്, കുട്ടികൾ പാർക്കിൽ കളിക്കുകയാണ്. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. ചിൽഡ്രൻ എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾ, ചൈൽഡ് ആണ് സിംഗുലർ. ചൈൽഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കുട്ടി. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ടീച്ചർമാർ ഓഫീസിലാണ്. ടീച്ചേഴ്സ് ആർ ഇൻ ദ ഓഫീസ്. അപ്പൊ കണ്ടില്ലേ, ടീച്ചേഴ്സ് അധ്യാപകന്മാർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളാണ്, ഒരു കൂട്ടം ജനങ്ങളാണ്, ഒരു കൂട്ടം വസ്തുക്കൾ. അത് അധ്യാപകന്മാര്, അത് കൂട്ടം ആളുകളായതുകൊണ്ട് ടീച്ചേഴ്സ് ആർ ഇൻ ദ ഓഫീസ്. അധ്യാപകന്മാരെല്ലാവരും ഓഫീസിലാണ്. ഇനി ഒരു കൂട്ടം വസ്തുക്കളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ
ബോക്സ്, കുറെ ബോക്സുകൾ ഉണ്ട്. ബോക്സിന്റെ പ്ലൂരൽ ആണ് എന്ത്? ബോക്സസ്. ബോക്സസ് പ്ലൂരൽ. ഒരു ബോക്സിനെ ബോക്സ് എന്ന് പറയും, കുറെ ബോക്സുകളാണെങ്കിൽ ബോക്സസ് എന്ന് പറയും. അപ്പം ബോക്സസ് ആർ ഇൻ ദ കിച്ചൺ. ബോക്സസ് എല്ലാം കിച്ചണിലാകുന്നു. ബോക്സസുകളെല്ലാം കിച്ചണിലാകുന്നു. എല്ലാ ബോക്സുകളും കിച്ചണിലാകുന്നു അല്ലെങ്കിൽ കിച്ചണിലാണ്. അപ്പം ഈ ഒരു വീഡിയോയുടെ അവസാനം അപ്പം ഈ ഒരു സന്ദർഭത്തില് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഐ എന്നതിന്റെ കൂടെ എപ്പോഴും ആം വരും. സിംഗുലർ നൗണുകളോ അല്ലെങ്കിൽ സിംഗുലർ ഉള്ള ഐറ്റംസുകളോ ആണെങ്കിൽ അതിന്റെ കൂടെ ഈസ് വരും. പ്ലൂറൽസ് ആണെങ്കിൽ അതിന്റെ കൂടെ ആറ് വരും. ഇതൊക്കെ വർത്തമാനകാലത്താണ് പറയുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈസ്, ആമ്, ആറ് എന്നുള്ളത് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ കുറെ എക്സാമ്പിളുകളും പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതിന് ശേഷം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരും. അതിന്റെ ഇംഗ്ലീഷ് എനിക്ക് അയച്ചു തരിക. അപ്പൊ അതിനകത്തുള്ള മിസ്റ്റേക്സും വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് പ്രസന്റ് ടെൻസ് ആണ്. ഇനി ഇതിന്റെ പാസ്റ്റ് ടെൻസ് പഠിക്കാം. ഈസ്, ആം, ആർ അതിന്റെ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയാം. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശുഭദിനം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും എന്റെ യൂട്യൂബ് ചാനലായ അജൂസ് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മാത്രമല്ല കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ. വെൽക്കം ബാക്ക് ടു അജൂസ് ഇംഗ്ലീഷ്. ഞാൻ അജ്മൽ ഷാവൽ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വാസും വേറും എങ്ങനെ ഒരു ഇംഗ്ലീഷ് സെന്റൻസിൽ ചേർക്കാമെന്നുള്ള കാര്യം പഠിക്കാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ്, ആം, ആറ് എങ്ങനെയാണ് സെന്റൻസിൽ ചേർക്കുന്നത്, അതിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ ഒരു കാര്യം, എങ്ങനെയാണ് വാസും വേറും ഒരു സെന്റൻസിൽ ചേർക്കാമെന്നുള്ള കാര്യം പഠിക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഈസ്, ആം, ആറ് എന്ന് പറയുന്ന മൂന്ന് ആളുകളും വർത്തമാന കാലത്താണ് അവര് അങ്ങനെ പറയുക. ഇനിയിപ്പോ അതൊരു പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുകയാണ്. അതായത് കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളുടെ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസ് വെച്ചിട്ട് പറയാൻ പറ്റില്ല, ആം എന്ന് പറയാൻ പറ്റില്ല, ആർ എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഗ്രാഫ് ആലോചിച്ച് വെച്ചാൽ മതി. നമ്മുടെ ഈസും ആമും ആരായിട്ട് മാറും? പ്രസന്റ് ടെൻസിൽ വാസ് ആയിട്ട് മാറും. ആർ എന്ന് പറയുന്ന ആള് വേർ എന്ന ആളായി മാറും. അപ്പൊ ഈ ഒരൊറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഷീ ഈസ് ടോക്കിംഗ്. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വർത്തമാനകാലത്ത് പറയുകയാണെങ്കിൽ ഷീ ഈസ് ടോക്കിംഗ്. ഇനി അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈസ് മാറ്റുക, വാസ് ആക്കുക. ഷീ വാസ് ടോക്കിംഗ്. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവൾ സംസാരിക്കുകയായിരുന്നു. ഓക്കെ. അപ്പൊ ഇനി അടുത്ത് ആമും വാസായി മാറും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഐ ആം ബിസി. ഞാനിപ്പോൾ ബിസിയാണ്. നമ്മൾ വർത്തമാനകാലത്ത് പറയുകയാണെങ്കിൽ ഐ ആം ബിസി. നമ്മളത് ആമിനെ മാറ്റിട്ട് വാസ് ആക്കി മാറ്റുന്നു. ഐ വാസ് ബിസി. പാസ്റ്റ് ടെൻസ് ആയി. ഐ വാസ് ബിസി. ഓക്കെ. ഇനി ആറ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആറ് വരുന്നത് നമ്മൾ കൂടുതൽ ആളുകളെയോ അല്ലെങ്കിൽ കൂടുതൽ വസ്തുക്കളെയോ ഉണ്ടാകുമ്പോൾ അവരെ സൂചിപ്പിക്കുമ്പോഴാണ് ആറ് ചേർക്കുക. ഉദാഹരണത്തിന് ചിൽഡ്രൻ, ബോക്സസ്, എഗ്സ് അങ്ങനെയൊക്കെയുള്ള പ്ലൂറൽസിന്റെ കൂടെയാണ് ആറ് വരിക. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനകാലത്ത് പറയാണ്. ഇനി അവരെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അതായത് കഴിഞ്ഞ ദിവസം ആണ് അവർ കളിച്ചിരുന്നത്. അപ്പൊ അതെങ്ങനെ പറയും? ദ ചിൽഡ്രൻ ആറ് മാറ്റിട്ട് വേർ ആക്കുക. ചിൽഡ്രൻ വേർ പ്ലേയിങ്. കുട്ടികൾ കളിക്കുകയായിരുന്നു. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടും സെയിം ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ഒരു കാര്യം ചിന്തിച്ചു വെച്ചാല് നമുക്ക് വർത്തമാനകാലത്തുള്ള ഈസ്, ആം, ആറുകളെ വാസ്, വേറ് ആക്കി മാറ്റാം. ഈസും ആമും വാസാവും, ആറ് വേറാവും. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്.
ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. വാസ് വേറെ എങ്ങനെ ചേർക്കാവുന്നതുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അജൂസ് ഇംഗ്ലീഷ്. ഞാൻ അജ്മൽ ഷാവൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആഡ്വർബ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർബ് എന്താണെന്ന കാര്യം. ഈ വെർബ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കാണ് വെർബ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു വെർബുകളെ നമ്മൾ ഒന്നും കൂടി ഉചിതമായിട്ട്, ഒന്നും കൂടി തിട്ടമായിട്ട്, നല്ല സൂക്ഷ്മമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആഡ്വർബ് ആവശ്യമുള്ളതാണ്. ഉദാഹരണത്തിന് എന്നോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഡു യു സിംഗ് എന്ന് ചോദിക്കുകയാണ്, നീ പാടുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാണ് ഞാൻ പാടും, ഐ സിംഗ്. പക്ഷെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അദ്ദേഹം ചോദിച്ചത് നീ നന്നായിട്ട് പാടുമോ, നീ മോശമായിട്ടാണോ പാടുക എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അത് അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അദ്ദേഹം ചോദിക്കുക ഡു യു സിംഗ്, നീ പാടുമോ. അപ്പൊ ഞാൻ പറയണം യെസ് ഐ സിംഗ് മെലോഡിയസ്ലി, ഞാൻ മധുരമായിട്ട് പാടും. അല്ലെങ്കിൽ യെസ് ഐ സിംഗ് ബ്യൂട്ടിഫുള്ളി. അല്ലെങ്കിൽ നോ ഐ സിംഗ് ബാഡ്ലി, ഐ സിംഗ് വെരി ബാഡ്ലി. അപ്പം ഇവിടെ ഈ യൂസ് ചെയ്ത ബ്യൂട്ടിഫുള്ളി, നൈസ്ലി, ബാഡ്ലി എന്നിങ്ങനെയുള്ള വാക്കുകൾക്കാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയാം. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഒന്നും കൂടിയും സ്ട്രോങ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ്വർബ് യൂസ് ചെയ്യാറ്. അപ്പൊ നമുക്ക് കുറച്ച് ഇവിടെ ആഡ്വർബ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മൾ ഇംഗ്ലീഷിനകത്തുള്ള ആഡ്വർബിന്റെ ലിസ്റ്റിൽ വരും. അപ്പം ഇത്തരത്തിലുള്ള വാക്കുകൾ, ഉദാഹരണത്തിന് ട്രൂലി, മാഡ്ലി, ഇമോഷണലി എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വെർബുകളെ ഒന്നുകൂടി സ്ട്രോങ് ആക്കി മാറ്റും. ഇത്തരം വെർബുകളെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ എക്സാമ്പിളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചോദിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യന്റെ ഉത്തരങ്ങൾ നിങ്ങളെ എത്രയും പെട്ടെന്ന് എനിക്ക് റിപ്ലൈ തരണം. ഈ ഗ്രൂപ്പിലുള്ള പല ആളുകളും എനിക്ക് ഇതിന്റെ റിപ്ലൈ ഒന്നും തരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലാഗായി കിടക്കുന്നത്. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സീ യു. ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 9 ഇംഗ്ലീഷ് വേർഡുകൾ പഠിക്കാം. ഈ ഒരു 9 ഇംഗ്ലീഷ് പദങ്ങളിൽ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവുന്ന 1, 2, 3 വേർഡുകൾ ഉണ്ടാവാം. ബട്ട് ഇത് അറിയാത്തവരാണെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഒന്നാമത്തെയും, ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 1-ാമത്തെയും 4-ാമത്തെയും 8-ാമത്തെയും വേർഡുകൾ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഇതെല്ലാവർക്കും അറിയുന്ന വാക്കുകളായിരിക്കും. കാരണം നമ്മളുടെ കൂടെയുള്ള ആളുകളെല്ലാവരും 3, 4 തവണ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ. കാരണം ഒരു ദിവസം ചില ആളുകൾ 4 ദിവസം, ചില ആളുകൾ 5, 6 വട്ടം ഒക്കെ തവണകൾ ഫുഡ് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ബട്ട് ഓരോരോ മീൽ കഴിക്കുമ്പോൾ, ഓരോ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കറിയാം മീൽ എന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണത്തിന് തന്നെയാണ് മീൽ എന്ന് പറയാം. ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണം തന്നെയാണ്. അപ്പം ഈ ഫുഡിൻ ടൈം നമ്മൾ മാറുമ്പം പല സമയത്തും കഴിക്കുന്ന സമയമാകുമ്പോൾ പല സമയത്തും കഴിക്കുകയാണെങ്കിൽ പലതിനും പല പല പേരുകളാണ്. അപ്പൊ നമ്മൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ എന്തെങ്കിലും ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്ന ആ ഒരു പ്രവൃത്തിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫാസ്റ്റ്, ഒരു നോമ്പിൽ നിൽക്കുകയാണ് രാത്രി കടന്നുറങ്ങിയതിനു ശേഷം രാവിലെ പുലർച്ചെ നമ്മൾ എണീക്കുന്ന സമയം വരെ ഫാസ്റ്റിംഗിലാണ് നമ്മൾ. അപ്പം ആ ഒരു ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഫസ്റ്റ് നമ്മൾ രാവിലെ തന്നെ എണീറ്റ ഉടനെ കഴിക്കുന്ന ഭക്ഷണത്തിനാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഇനി ലഞ്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഉച്ച എന്ന് പറയുമ്പോൾ നമ്മളൊരു 1 മണി മുതൽ 2 മണി വരെ സമയത്തിനുള്ളിലാണ് നമ്മൾ സാധാരണ ഊണ് കഴിക്കാറ്. അപ്പം ആ ഒരു ഊൺ കഴിക്കുന്ന സമയത്തിനാണ് നമ്മൾ ലഞ്ച് എന്ന് പറയാം. കറക്റ്റ് ആ സമയത്ത് കഴിക്കുന്നതിനാണ് ലഞ്ച് എന്ന് പറയാം. ഇനി എന്താണ് ഡിന്നർ? ഡിന്നർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നേരം മുമ്പ് നമ്മൾ ലാസ്റ്റ് കഴിക്കുന്ന ഒരു ഭക്ഷണമുണ്ട്. അതായത് കുറച്ച് ഹെവി ആയിട്ട് കാരണം നമ്മൾ കഴിക്കാം. ചില ആളുകൾ ലൈറ്റായിട്ട് കഴിക്കും. ബട്ട് നമ്മൾ കഴിക്കുന്ന ഹെവി ആയിട്ടുള്ള ആ ഒരു ഫുഡിങ്ങിനാണ് നമ്മൾ ഡിന്നർ എന്ന് പറയാം. ഇനി നമ്മൾ സമയം തെറ്റി കഴിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളൊരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ച ഒരു ലീവ് കിട്ടിയ ദിവസം നമ്മൾ കിടന്നൊക്കെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഒരു 8-9 മണിക്ക് എണീറ്റ് നമ്മൾ കഴിക്കുകയാണ് ഫുഡ്. അപ്പൊ നമ്മൾ വിചാരിക്കുക ഇനിയിപ്പൊ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണ്ടല്ലോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, രണ്ടും കൂടി ഒന്നാക്കി ഒന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവാന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വിചാരിക്കും. അപ്പം ആ ഒരു കേസിനാണ് നമ്മൾ പറയുന്ന ബ്രഞ്ച് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്.
ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചിന്റെയും ഇടയിൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റും സ്കിപ്പ് ചെയ്തു, ലഞ്ചും സ്കിപ്പ് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, ഒരു 8 മുതൽ 9 മുതൽ സമയത്തിനുള്ളിൽ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ ആ ഒരു ഭക്ഷണത്തിനെയാണ് നമ്മൾ ബ്രഞ്ച് ടൈം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഉദാഹരണത്തിന് പറയാം, ദ ബ്രഞ്ച് ഐ ഹാഡ് യെസ്റ്റർഡേ വാസ് ഡെലീഷ്യസ്. ഇന്നലെ കഴിച്ച ബ്രഞ്ച് വളരെ സ്വാദുള്ളതായിരുന്നു, നല്ല മനോഹരമായിരുന്നു. ഇനി നമ്മള് കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് എണീച്ചത്, ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അത് അപ്പോഴും അവൻ തന്നെ വിചാരിക്കുകയാണ്, അവളോ വിചാരിക്കുകയാണ്, ഇനിയിപ്പം ഉച്ചക്കത്തും ഭക്ഷണം കഴിക്കണ്ട, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, ബ്രഞ്ചും വേണ്ട. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ടീയോ സ്നാക്സോ, അതായത് ചെറിയൊരു ലഘു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ആ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു അറൌണ്ട് 11 o'clock, ഒരു 11 മണി ആവുന്നതിന്റെ ഇടയിൽ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇലവൻസസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു. ഓക്കെ, ഇലവൻസസ്. അപ്പൊ നമ്മള് ആ ഒരു സമയത്ത് കഴിക്കുന്ന ഭക്ഷണം ആയതുകൊണ്ടാണ് 11 o'clockന്റെ അറൌണ്ട് കഴിക്കുന്ന ഭക്ഷണം ആയതുകൊണ്ടാണ് അതിനെ ഇലവൻസസ് എന്ന് പറയാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഷീ എയ്റ്റ് ദ പൊറോട്ടാസ് ഫോർ ദ ഇലവൻസസ്. 11 മണിക്ക് പൊറോട്ട കഴിച്ചിട്ട് ഇറങ്ങിയതാണ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇപ്പൊ നമ്മള് ലഞ്ചിന്റെയും ഡിന്നറിന്റെയും ഇടയിൽ ഒരു ഭക്ഷണം കഴിക്കണം. അതെന്തായിരിക്കും? നമ്മൾ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ചായ കുടിക്കുക. ഒരു 5 6 മണി ആകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബോഡി ടയർഡൊക്കെ തോന്നും. നമ്മൾ ഒന്ന് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ടീയോ സ്നാക്സോ കുടിക്കും. അതിനെ നമ്മൾ ടീ ഓർ സ്നാക്സ് എന്നാണ് പറയാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് എന്ന് പറയും. വൈകുന്നേരം കഴിക്കുന്ന കടിക്കാണ് ഈവനിങ് സ്നാക്സ് എന്ന് പറയാം. അത് ഈവനിങ് സ്നാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ബിസ്ക്കറ്റ്, കുക്കീസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയൊരു ലഘുഭക്ഷണത്തിനാണ് നമ്മള് ഈവനിങ് സ്നാക്സ് എന്ന് പറയാം. ഇനിയിപ്പോ നമ്മള് ഈവനിങ് കഴിഞ്ഞു, രാത്രി ഡിന്നറിന്റെ മുമ്പ്, അതായത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഹെവി ആയിട്ട് കഴിക്കാതെ കുറച്ച് ലൈറ്റ് ആയിട്ട് കഴിക്കാതെ കരുതി കുറച്ചെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാമെന്ന് കരുതുന്ന ആളുകളുണ്ടാവും. ആ ഒരു ഭക്ഷണത്തിനാണ് സപ്പർ എന്ന് പറയുക. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് വാസ് ഹിസ് ലാസ്റ്റ് സപ്പർ. പ്രത്യേകിച്ച് ഒരു മരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് അവന്റെ അവസാനത്തെ സപ്പർ ആയിരുന്നു. ഇറ്റ് വാസ് ഹിസ് ലാസ്റ്റ് സപ്പർ. അവന്റെ അവസാനത്തെ ഭക്ഷണമായിരുന്നു എന്ന് പറയും. ഓക്കെ, പിന്നെ ചില ആളുകളൊക്കെ ഉണ്ടാകും, അവർക്ക് ഈ ലഞ്ച് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിക്കോണമെന്നുണ്ടാവില്ല. അവര് വളരെ തിരക്ക് പിടിച്ച എല്ലാ ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ആളുകൾ കരുതും കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ എന്നിങ്ങനെ പെൻഡിങ്ങിലിടും. എന്നിട്ട് എന്താവും, കുറച്ച് സമയം ഒരു വൈകുന്നേരം 5 മണി 6 മണി 7 മണിയൊക്കെയാണ് ആ സമയം എത്തുമ്പോൾ അവരെന്ത് ചെയ്യും, ഇനിയിപ്പോ ഡിന്നറും കൂടി ഇതാക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ഹെവി ആയിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കും. ആ ഒരു സമയത്ത് കഴിക്കുന്ന ഒരു ഭക്ഷണം ആയതുകൊണ്ട് അതിനെ ഡിന്നറിന്റെയും ലഞ്ചിന്റെയും ഇടയിലായതുകൊണ്ട് ഡഞ്ച് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ബട്ട് അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ബട്ട് നമുക്ക് യൂസ് ചെയ്ത് പഠിക്കാം. ഉദാഹരണത്തിനായിട്ട്, ദ മ്യൂസിക് ഡയറക്ടർ ഹാഡ് ദ ഡഞ്ച് ഫ്രം ദ ഹോട്ടൽ. മ്യൂസിക് ഡയറക്ടർ ആ ലഘു ഭക്ഷണം കഴിച്ചു, ഫ്രം ദ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു സമയത്ത്, അതായത് ഒരു 3 to അല്ലെങ്കിൽ ലഞ്ചിന്റെയും ഡിന്നറിന്റെയും ഇടയ്ക്ക് ആ സമയത്ത് കഴിക്കുന്നത് കൊണ്ടാണ് അതിനെ ഡഞ്ച് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ ഉണ്ടാവും, അവര് രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ടീമുകളുണ്ടാവും. അതായത് ഫുട്ബോൾ കാണാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് കറങ്ങാനൊക്കെ പോകുന്ന കുറെ ടീമുകളുണ്ടാവും. അതായത് ആഫ്റ്റർ 12 മിഡ്നൈറ്റിന് ശേഷം. അങ്ങനത്തെ ആ സമയത്ത് കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന് നമ്മൾ മിഡ് നൈറ്റ് സ്നാക്ക് എന്നാണ് പറയാ. ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു എന്തെങ്കിലും ഹൊറർ ഡ്രീംസ് കണ്ടതിന് ശേഷം നമ്മൾ എണീറ്റ് വന്ന് ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആ ഒരു ഇതിനൊക്കെ സാഹചര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മിഡ് നൈറ്റ് സ്നാക്സ് എന്നത്. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ വീട്ടിലൊക്കെ വിളിച്ച് പറയും, മോം യു സ്ലീപ്, മോം നിങ്ങൾ കടന്നോളി, വി ഹാഡ് ദ മിഡ് നൈറ്റ് സ്നാക്ക് ഫ്രം ഹിയർ, വി ഹാഡ് ദ മിഡ് നൈറ്റ് സ്നാക്ക്, യു സ്ലീപ്, ഞങ്ങൾ ഇവിടുന്ന് മിഡ് നൈറ്റ് സ്നാക്ക് കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ കടന്നോളി എന്നൊക്കെ വിളിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മാത്രമല്ല മറ്റുള്ളവർക്ക് ഇത് വലിയൊരു ഇൻഫർമേഷൻ കിട്ടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇവിടെ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ. Welcome back to Aju's English. I'm Ajmal Shawul. In this video, let's discuss something interesting. ആദ്യമായിട്ട് നമുക്ക് വീഡിയോയുടെ തമ്പനെയിലിൽ കൊടുത്തിട്ടുള്ള സെന്റൻസ് ഒന്ന് വായിക്കാം. Plan to plant a plant in the planet.
ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് എന്തോ ഒന്ന് കടന്നു വരുന്നുണ്ട്. എന്താണ്? അതെ, എല്ലാ വാക്കുകളുടെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങില് ഒരുപോലെ വരുന്നുണ്ട്. പ്ലാൻ, പ്ലാന്റ്, പ്ലാന്റ്, പ്ലാനറ്റ് എന്നീ വരുന്ന എല്ലാ വാക്കുകളുടെയും തുടക്കത്തിലുള്ള ശബ്ദം ഒരുപോലെയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ അല്ലിട്രേഷൻ എന്ന് വിളിക്കുക. അതായത് അടുത്തടുത്ത് വരുന്ന വാക്കുകളുടെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വാക്കുകളുടെയോ ശബ്ദങ്ങൾ ഒരുപോലെ ഒരേ ശബ്ദ ക്രമീകരണങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ അല്ലിട്രേഷൻ എന്ന് വിളിക്കുക. അപ്പം ഈ ഒരു സെന്റൻസിനകത്ത് പ്ലാ 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 എന്ന് പറയുന്ന ശബ്ദമാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ശബ്ദത്തിന് നമുക്ക് അല്ലിട്രേഷൻ ആയിട്ട് കണക്കാക്കാം. പ്രത്യേകിച്ച് നമ്മളൊരു പദ്യം എഴുതുകയോ അല്ലെങ്കിൽ പദ്യം വായിക്കുകയോ വെച്ചൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ശബ്ദ ക്രമീകരണങ്ങളുള്ള വാക്കുകൾ നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സെന്റൻസിനകത്തുള്ള ആദ്യത്തെ വാക്കിന് ഡിസ്കസ് ചെയ്യാം. പ്ലാൻ എന്ന് പറയുന്ന വാക്ക്. ഈ പ്ലാൻ എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് പ്ലാൻ. നമ്മൾ ഒരു സിനിമക്ക് പോകാൻ പ്ലാൻ ചെയ്യാന്നൊക്കെ പറയാറുണ്ട്. ഒരു തീരുമാനം എടുക്കുക, ഒരു പദ്ധതി ഇടുക, അതിനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിനായിട്ട് ഐ പ്ലാൻ ടു ഗോ ഫോർ എ മൂവി. ഞാൻ ഒരു സിനിമക്ക് പോകാൻ തീരുമാനമെടുത്തു, പദ്ധതി ഇട്ടു. അതുപോലെ തന്നെ ഐ പ്ലാൻ ടു ഗോ ഔട്ട്സൈഡ്. ഞാൻ പുറത്തു പോകാൻ തീരുമാനിച്ചു. ഐ പ്ലാൻ ടു ഗോ ഔട്ട്സൈഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡിലേക്ക് നോക്കാം. ടു പ്ലാന്റ്, എ പ്ലാന്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താണ്? രണ്ടും ഒരേ വാക്കുകൾ തന്നെയാണ്. പ്ലാന്റ്, ടു പ്ലാന്റ്, എ പ്ലാന്റ്. അപ്പൊ എന്താണ് ആ ഒരു വാക്കുകളുടെയും ആ ഒരു പ്രയോഗത്തിന്റെയും അർത്ഥം എന്താണ്? അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കി വെക്കണം. ഒരേ ശബ്ദങ്ങളുള്ള ഒരേ വാക്കുകൾക്ക് പല അർത്ഥങ്ങൾ ഉണ്ടാവാം. അപ്പം ഇത്തരത്തിലുള്ള അർത്ഥങ്ങൾ വരുന്ന പ്രയോഗങ്ങൾക്കാണ് ഹോമോഗ്രാഫ് എന്ന് വിളിക്കാം. അതായത് ഒരേ ശബ്ദമുള്ള ഒരേ സ്പെല്ലിംഗ് ഉള്ള ഒരേ വാക്കുകളായിരിക്കും, ബട്ട് അർത്ഥങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഈ സെന്റൻസിനകത്ത് കൊടുത്തിട്ടുള്ള ടു പ്ലാന്റ്, എ പ്ലാന്റ് എന്ന് പറയുന്ന പ്രയോഗം, ടു പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ ചെടി നടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാന്റ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യാം. അത് ചെടിക്കും നമ്മൾ പ്ലാന്റ് എന്ന് പറയുന്ന വാക്കാണ് യൂസ് ചെയ്യാം. ടു പ്ലാന്റ്, എ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു ചെടി നടാൻ. ടു പ്ലാന്റ്, എ പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് ടു പ്ലാന്റ്, എ പ്ലാന്റ്. ഇനി നമ്മള് എന്റെ കയ്യിൽ ഒരു ചെടിയുണ്ട്, അത് എന്നോട് നടാൻ പറയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? പ്ലാന്റ് ദ പ്ലാന്റ്. കാരണം ആ ഒരു ചെടി എന്റെ കയ്യിൽ സ്പെസിഫിക് ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു സെന്റൻസിനകത്ത് കൊടുത്തിട്ടുള്ള ടു പ്ലാന്റ്, എ പ്ലാന്റ് എന്നാ ഏതെങ്കിലും ഒരു ചെടി നടൂ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ചെടി നടാൻ ഉള്ള പദ്ധതി എടുക്കൂ എന്നാണ് തീരുമാനിക്കൂ എന്നാണ് ഈ ഒരു സെന്റൻസിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് നോക്കാം. ഇൻ ദ പ്ലാനറ്റ്. എന്താണ് ഇൻ ദ പ്ലാനറ്റ്? പ്ലാനറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ സഹവസിക്കുന്ന ഗ്രഹത്തിനെയാണ് പ്ലാനറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് യൂസ് ചെയ്യാം. ഇനി ഇൻ ദ പ്ലാനറ്റ് എന്തുകൊണ്ട് ദ എന്ന് പറയുന്ന വാക്ക് അവിടെ വന്നു? ഈ ദ എന്ന് പറയുന്ന വാക്ക് അവിടെ വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാല് നമ്മുടെ ഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് ഓൾറെഡി ഫിക്സഡ് ആണ് നമ്മളുടെ ഗ്രഹം. ഇപ്പം നമ്മുടെ ഗ്രഹത്തിന്റെ പേര് എർത്ത്, ഭൂമി എന്നുള്ള പറയുന്നത് നമ്മുടെ എർത്ത് എന്നാണ് അതിന്റെ വേറൊരു വാക്ക്. ബട്ട് നമ്മള് ടോട്ടലി നമുക്ക് ഗ്രഹങ്ങളെ മാത്രമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് പ്ലാനറ്റ്. അപ്പൊ നമ്മൾക്ക് ഇൻ ദ പ്ലാനറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ചെടി നടല് ഈ ഗ്രഹത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഗ്രഹം എന്ന് പറഞ്ഞ സാധനം ഫിക്സഡ് ആണ്, അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻ ദ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ പ്ലാനറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, പ്ലാനറ്റ്, സ്റ്റാർ, സണ്ണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് അത് അതിന്റെ മുമ്പ് ഒരു ദ എന്ന് ചേർക്കേണ്ടത് നിർബന്ധമാണ്. ഉദാഹരണത്തിനായിട്ട് ഐ പ്ലാന്റ് എ പ്ലാന്റ് ഇൻ ദി പ്ലാനറ്റ്. ഞാനൊരു ചെടി ഗ്രഹത്തിൽ നട്ടു ഇൻ ദ പ്ലാനറ്റ്. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയാം. സീത ഒരു പ്രേതത്തിനെ കണ്ടു. ഈ ഒരു ഭൂമിയിൽ സീത ഒരു പ്രേതത്തിനെ കണ്ടു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിട്ട് സീത സോ എ ഗോസ്റ്റ്. സീത സോ എ ഗോസ്റ്റ് ഇൻ ദി പ്ലാനറ്റ്. ഈ ഒരു ഗ്രഹത്തിൽ തന്നെ അവള് ഒരു പ്രേതത്തിനെ കണ്ടു എന്നാണ് ആ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം ഇൻ ദ പ്ലാനറ്റ്. അപ്പൊ നമ്മൾ ഈ പ്ലാനറ്റിന്റെ മുമ്പിൽ എപ്പോഴും ദ വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് എത്ര ഇൻ ദ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഷുവറായിട്ടും വരേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. അല്ലിട്രേഷൻ എന്താണെന്ന് പറഞ്ഞു, ഹോമോഗ്രാഫ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ
മറ്റു പല കുറച്ച് കാര്യങ്ങളും ദാ എവിടെ ചേർക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക. ഞാൻ എല്ലാ ഉത്തരങ്ങൾക്കും ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഈ സമയമില്ലായ്മ കൊണ്ട് മാത്രമാണ്. ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ എനിക്കൊന്നുകൂടി മെസ്സേജ് അയച്ചാൽ മതി, ഞാനത് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുകളായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ. എല്ലാവർക്കും അജൂസ് ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഇഡിയം പഠിക്കാം. ഇഡിയം എന്താണെന്നല്ലേ? ആദ്യം ഇഡിയം എന്താണെന്ന് പറയാം. ചില ഇംഗ്ലീഷ് പദങ്ങൾ കൂടിച്ചേർന്ന് ഒരു മനോഹരമായ അർത്ഥമുണ്ടാക്കുകയും പക്ഷേ ഓരോ പദങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് ഇഡിയം എന്ന് പറയുക. എല്ലാ മുക്കിലും മൂലയിലും നീ എത്തുമല്ലോ, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഏതൊരു വസ്തുവായാലും സ്ഥലമായാലും അതിൻ്റെ ഒരു മൂലയ്ക്ക് നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു ഇംഗ്ലീഷ് പദമുണ്ട്, കോർണർ അല്ലേ? ചെറിയൊരു ദ്വാരത്തിന് നമ്മൾ ക്രാക്ക്, സ്മോൾ ഹോൾ എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ അതിനു പുറമെ ക്രാനി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പദമുണ്ട്. ഒരു ചെറിയ ദ്വാരത്തിന് അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ തുറന്ന പ്രദേശത്തിന് ക്രാനി എന്ന ഇംഗ്ലീഷ് പദം പലയിടങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നുക്ക് എന്ന് പറയുന്ന വേറൊരു പദമുണ്ട്. അതിൻ്റെ അർത്ഥവും മൂല എന്നൊക്കെ തന്നെയാണ്. എല്ലാ മുക്കിലും മൂലയിലും നീ എത്തുമല്ലോ എന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നമ്മൾ യു റീച്ച് എവറി നുക്ക് ആൻഡ് ക്രാനി എന്ന് പറഞ്ഞാൽ മതി. നുക്ക് ആൻഡ് ക്രാനി എന്ന് പറഞ്ഞാൽ മുക്കിലും മൂലയിലും എന്നർത്ഥം. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന വാചകവും ഇഡിയമാണ്. സാധാരണ രീതിയിൽ വായിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം കുതിരയുടെ വായിൽ നിന്ന് എന്നാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ഏറ്റവും ഉത്തമമായ രീതിയിലൂടെ വിവരം ചോർത്തുക എന്നാണ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ഇത് മറ്റൊരു ഇഡിയമാണ്. ഇതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിപ്പിച്ചൊരു രഹസ്യം പുറത്തുവിടുക എന്നാണ്, അല്ലാതെ ഒരു പൂച്ചയെ ബാഗിന് പുറത്തേക്ക് വിടുക എന്നല്ല. 2 ഇഡിയം കൂടി പഠിച്ചിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ചെമ്മരിയാടിൻ്റെ വസ്ത്രമണിഞ്ഞ ചെന്നായ എന്നൊക്കെ പഴമക്കാർ പറഞ്ഞ പഴഞ്ചൊല്ല് നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ? വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്യം. പക്ഷേ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലല്ലോ. ചില ആളുകൾ അവരുടെ യഥാർത്ഥ സ്വഭാവം, ഞാൻ ഉദ്ദേശിച്ചത് മോശം സ്വഭാവം, അത് മറച്ചു വെച്ച് നല്ല സ്വഭാവമുള്ളവരായി നമ്മുടെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കുന്നു. അതുപോലെയുള്ള അവസ്ഥയ്ക്കാണ് വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറയുന്നത്. ഇനി ഗെറ്റ് വൺസ് ഗോട്ട് എന്ന് പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു മലയാളി മനസ്സിലാക്കുന്നത് എന്താണ്? ഒരാളുടെ ആടിനെ പിടിച്ചുകൊണ്ടുവരിക എന്നല്ലേ? അല്ലെങ്കിൽ ഒരാളുടെ ആടിനെ പിടിച്ചു വെക്കുക എന്നൊക്കെയല്ലേ? എന്നാൽ ഇതിൻ്റെ അർത്ഥം ഒരാളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ അജൂസ് ഇംഗ്ലീഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് പുതിയ അറിവുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, സീ യു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അജൂസ് ഇംഗ്ലീഷ്. ഞാൻ അജ്മൽ ഷാവൽ. നമുക്ക് ഇന്ന് ഒരു കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഞാനൊരു ജ്യൂസ് കടയിൽ ഇരിക്കുകയായിരുന്നു. ജ്യൂസ് കടയിൽ ഇരിക്കുമ്പോൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ഒരു വെയിറ്റർ വന്നിട്ട് ചോദിച്ചു എന്താ വേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്കൊരു മാംഗോ ജ്യൂസ് മതിയെന്ന് പറഞ്ഞു. അപ്പം അയാള് വെയിറ്റർ ഉള്ളില് കിച്ചണിൽ ചെന്ന് പറഞ്ഞു നമുക്ക് ഒരു മാംഗോ ജ്യൂസിന് വന്നിട്ടുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാനപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബാസ്ക്കറ്റിൽ മുഴുവൻ മാങ്ങകൾ ഇങ്ങനെ അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് അദ്ദേഹം ഒരു മാങ്ങ എടുത്തിട്ട് അകത്തേക്ക് പോയത്. അതിനുശേഷം ഞാനിങ്ങനെ ഹോട്ടലിന്റെ കൂൾബാറിന്റെ ചുറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതൊരു ആള് വന്നിട്ട് ആ ഒരു ബാസ്ക്കറ്റ് ഫുള്ള് മാങ്ങ എടുത്തിട്ട് അവിടുന്ന് വല്ല സ്ഥലം കാലിയാക്കി. അപ്പൊ ഞാൻ കരുതിയത് അത് അവിടുത്തെ വെയിറ്ററോ ആ കൂൾബാറിൽ ഏതെങ്കിലും ഒരു വർക്കറാണെന്ന് ഞാൻ കരുതിയത്. അതിനുശേഷം ജ്യൂസ് ആള് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ജ്യൂസ് എന്റെ അടുത്ത് കൊണ്ടുവന്നു. ബട്ട് ഞാൻ ആ ജ്യൂസ് കുടിച്ചപ്പോ ജ്യൂസിനകത്തുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്തോ കേടുണ്ട്, എനിക്ക് വേറെ ജ്യൂസ് വേണം, എനിക്ക് മാങ്ങ ജ്യൂസ് തന്നെ വേണമെന്ന് പറഞ്ഞു.
അപ്പം ആ ബാസ്ക്കറ്റിന്റെ മാങ്ങകളൊന്നും അവിടെ അവൈലബിൾ അല്ല. അപ്പോഴത്തേക്കും ഏതൊരു ആള് വന്നിട്ട് ആ മാങ്ങകൾ എടുത്ത് മൊത്തം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അപ്പുറത്തുള്ള ഒരാൾ ചോദിച്ചു, ഇവിടെയുള്ള മാങ്ങന്റെ ബാസ്ക്കറ്റ് അവിടെ പോയി. അപ്പൊ ആ വെയിറ്റർ പറഞ്ഞു, മാൻ ഗോസ് വിത്ത് ദ മാംഗോസ്. അപ്പം അവന് കൺഫ്യൂഷനായി, എന്തപ്പോ പറഞ്ഞത്? എനിക്കും കൺഫ്യൂഷനായി. ഈ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാല്, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, എനിക്ക് ആ ബാസ്ക്കറ്റ് എടുത്തു പോയ ആളെ അറിയില്ല. മാത്രവുമല്ല ഈ വെയിറ്ററിനും മാങ്ങ എടുത്തു പോയ ആളെ അറിയില്ല. അവിടെ കൂൾ ബാറിൽ ഒരു കസ്റ്റമർ, കൂൾ ബാറിൽ ജ്യൂസ് കുടിക്കാൻ വന്ന ഒരു കസ്റ്റമറാണ് പറഞ്ഞത് മാൻ ഗോസ് വിത്ത് ദ മാംഗോസ്. അപ്പൊ എന്താണ് അവിടെ നടന്നത്? ആ പറഞ്ഞ ആൾക്ക് ഇയാളുടെ പേരറിയില്ല. അതുകൊണ്ട് അയാൾ ഒരു പുരുഷൻ, ഏതോ ഒരു പുരുഷനാണ് എടുത്തു കൊണ്ടുപോയത്. അപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞു, മാൻ ഗോസ് വിത്ത് ദ മാംഗോസ്. അപ്പൊ അദ്ദേഹത്തിന് ആരാണെന്ന് അറിയില്ല എടുത്തു കൊണ്ടുപോയത് മാങ്ങന്റെ ബാസ്ക്കറ്റ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മാൻ ഗോസ് വിത്ത് ദ മാംഗോസ് എന്നാണ്. അപ്പം ഒരു പുരുഷനെ, നമ്മൾ ഇംഗ്ലീഷിനകത്ത് ഒരു പുരുഷനെ നമ്മള് മാൻ എന്നാണ് സൂചിപ്പിക്കുക. ഇനിയിപ്പം അയാള് ആ ഒരു സാധനം എടുത്തു പോയതാണ്, എടുത്തു പോവുക. നമ്മൾ ഗോ എന്നാണ് അവിടെ ചെയ്യുന്ന പ്രവൃത്തി. അദ്ദേഹം പോയ ആ പ്രവൃത്തി ഗോ എന്നാണ്. അപ്പൊ നമ്മള് ഒരു പ്രസന്റ് ടെൻസിൽ, ആ വർത്തമാന കാലഘട്ടത്തിൽ അവൻ എടുത്തു കൊണ്ടുപോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ രൂപത്തിൽ നമ്മള് ആ ഗോ എന്നതിന്റെ എസ് ഫോമാണ് ചേർക്കേണ്ടത്. കാരണം മാൻ എന്ന് പറയുകയാണെങ്കിൽ സിംഗുലാർ നൗൺ ആണ്. മാൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ. അപ്പം ഒരു മനുഷ്യൻ ഗോസ് എന്നാണ് പറയാ, ഗോ എന്നല്ല പറയാ. ഇപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ, ഇപ്പം ദ ടീച്ചേഴ്സ് ഗോ വിത്ത് ദ ബസ്, ടീച്ചേഴ്സ് ഗോ ഇൻ ദ ബസ്. ടീച്ചർ എല്ലാവരും, അധ്യാപകന്മാരെല്ലാരും ബസ്സിൽ കയറിപ്പോയി. അപ്പൊ നമുക്കവിടെ മാൻ എന്ന് പറയുന്ന ആള് സിംഗുലർ ആയതുകൊണ്ട് ഒരു വെർബിന്റെ, ഗോ എന്ന് പറയുന്ന വെർബിന്റെ എസ് ഫോം ആണ് അവിടെ ചേർക്കുക. അതായത് ഗോസ്. എസ് ഫോം എന്ന് പറയുമ്പോൾ ഗോസ് ആയി മാറും. GOES. ഓക്കെ. അപ്പം അടുത്ത വേർഡ് വിത്ത് ആണ്. എന്താണ് അവിടെ വിത്ത്? വിത്ത് എന്ന് പറഞ്ഞാല് അതുമായിട്ട്. ഈ ഒരു വാക്കില്, ഈ ഒരു സെന്റൻസിന് അവിടെ വിത്ത് എന്ന് പറയുകയാണെങ്കിൽ മാമ്പഴവുമായിട്ട്, മാങ്ങയുമായിട്ട്, വിത്ത് മാംഗോസ്. അപ്പൊ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. ഈ മാൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു പുരുഷനെയാണ് നമ്മൾ മാൻ എന്ന് പറയുക. ഇനി കുറെ പുരുഷന്മാരാകുമ്പോൾ നമുക്ക് മെൻ എന്നാണ് പറയുക. മാൻസ് അല്ല, മെൻ. മാൻ, മെൻ. അതുപോലെ തന്നെ ഇപ്പൊ കുറെ സ്ത്രീകളാണെങ്കിൽ വുമൺ. വുമൺ എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ. വിമൻ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ. അപ്പൊ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, മാൻ എന്നതിന്റെ പ്ലൂറലാണ് മെൻ ആൻഡ് വുമൺ എന്നതിന്റെ പ്ലൂറലാണ് വിമൻ. അതുപോലെ തന്നെ ഒരു മാങ്ങയ്ക്ക് നമ്മൾ എന്താ പറയാ? മാംഗോ എന്നാണ് പറയാ. മാംഗോ. അപ്പൊ നമ്മൾ ഒരുപാട് മാമ്പഴങ്ങളാവുമ്പോൾ മാംഗോസ്, മാംഗോന്റെ കൂടെ ES കൂടി ചേർക്കണം. അപ്പൊ നമുക്ക് ചില വേർഡുകൾ ഉണ്ട് ഇംഗ്ലീഷിനകത്തുള്ള. അത് എങ്ങനെയാണെന്ന് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് തന്നെ അറിയില്ല. ബട്ട് അത് ഇംഗ്ലീഷൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കേട്ട് പരിചിതമായിട്ടുള്ള കുറെ വാക്കുകളാണ്. ഇപ്പം ബോക്സ്, എഗ്, കോഴിമുട്ട, പെട്ടി എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ആണെങ്കിൽ ബോക്സിന്റെ കൂടെ എസ് ചേർത്താൽ മതി. ES ചേർക്കണം, ബോക്സസ്. ബട്ട് കോഴിമുട്ട, ഒരു കോഴിമുട്ടയ്ക്ക് എഗ് എന്ന് പറയും. ഒരുപാട് കോഴിമുട്ടകളാകുമ്പോൾ എഗ്സ് എന്ന് പറയും. അപ്പം ചില വാക്കുകളുണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങള്. മാൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ, മെൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ, വുമൺ എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീ, വിമൻ എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീകൾ, മാംഗോ എന്ന് പറയുകയാണെങ്കിൽ ഒരു മാങ്ങ, മാംഗോസ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് മാങ്ങകൾ. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മാന്, വിമൻ, മാംഗോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ പ്ലൂറലും മനസ്സിലാക്കി വെച്ചെന്ന് കരുതുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ അറിവുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ see you, goodbye. എല്ലാവർക്കും അജൂസ് ഇംഗ്ലീഷിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം.
ഇന്നത്തെ വീഡിയോയുടെ തമ്പനയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു 3 ലെറ്ററുള്ള വേർഡ് COY അത് എങ്ങനെ നമ്മൾ ഉച്ചരിക്കും? ഇറ്റ്സ് കോയ് ഓർ കോഴി, കോയ് ഓർ കോയ്. ഇന്നത്തെ വീഡിയോയില് നമ്മളുടെ കൂടെ ഒരാൾ കൂടിയുണ്ട്. മീറ്റ് മിസ്റ്റർ മണികണ്ഠൻ ഫ്രം പാലക്കാട്. ഹി ഈസ് എ മാസ്റ്റർ ഇൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു വേർഡ് എങ്ങനെ ഉച്ചരിക്കും എന്നുള്ളത് നമുക്ക് മണികണ്ഠൻ സാർ പറഞ്ഞുതരും. Hello friends, myself Manikandan based out in Palakkad. Now we'll be seeing how to pronounce the word COY in both American English and British English. In American English, it's pronounced as car, car. In British English, it's pronounced as coal, coal. അപ്പൊ നമ്മുടെ മണികണ്ഠൻ സാർ പറഞ്ഞ ആ ഉച്ചാരണം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എളിമ, മടി, എളിമ എന്നാണ് അർത്ഥം വരുന്നത്. പല സാഹചര്യങ്ങളും മടിയൻ, അത് മടി പിടിക്കുന്ന, അതായത് ഒരാളുടെ മുമ്പിലേക്കൊന്നും വന്ന് സംസാരിക്കാനും എല്ലാ സമയത്തൊന്നും പിന്നോട്ട് വലിയുന്ന ടൈപ്പ് ആളുകൾക്കൊക്കെ നമ്മൾ ആ ഒരു നാച്ചുറലിനാണ് നമ്മൾ കോയ് എന്ന് പറയാം. കോയിനസ് എന്നൊക്കെയാണ് പറയാറ്. ഓക്കെ, അപ്പം ഈ ഒരു വേർഡ് നമ്മള് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറില്ല. നമുക്ക് ഈ ഒരു വേർഡ് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് പഠിക്കാം. അപ്പൊ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഷീ ഹാസ് എ കോയ് നാച്ചർ, ഷീ ഹാസ് എ കോയ് നാച്ചർ. അവൾക്കൊരു കോഴി സ്വഭാവം ഉണ്ട് എന്നല്ല, അവൾക്ക് അവളുടെ സ്വഭാവം അല്ലെങ്കിൽ നാച്ചർ എന്ന് പറയുകയാണെങ്കിൽ സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഷീ ഹാസ് എ കോയ് നാച്ചർ എന്ന് പറയുകയാണെങ്കിൽ അവൾക്ക് ഒരു മടിയായ ഒരു പ്രകൃതമാണ്, അതായത് ലജ്ജ, ഒരു മടി പിടിച്ച ഒരു സ്വഭാവമാണ് എന്നാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ വേറെ ഉദാഹരണം പറഞ്ഞുതരാം. ഷി ഗേവ് മി എ കോയ് സ്മൈൽ. അവൾ എനിക്ക് ഒരു ക്യൂട്ട്, ഒരു എളിമയോട് കൂടിയുള്ള ഒരു ചിരി തന്നു. അവൾ എനിക്ക് ഒരു എളിമയോട് കൂടിയുള്ള ഒരു ചിരി തന്നു. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെയിൻ കാര്യങ്ങൾ നൗൺ എന്താണ്, അഡ്ജക്റ്റീവ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് നൗൺ എന്താണെന്ന് നോക്കാം. നൗൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ചില സ്ഥലങ്ങൾക്കും ചില ക്ലാസസ് ഓഫ് ആളുകൾക്കും വസ്തുക്കൾക്കും ഒക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ചില കാര്യങ്ങൾ കോമൺ ആയിട്ട് വിളിക്കാറുണ്ട്. ഉദാഹരണത്തിനായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന ഒരു പ്ലേസ് ആണ് കിച്ചൺ. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം അതൊരു നാമവിശേഷണമാണ്. കിച്ചൺ എന്ന് പറയുകയാണെങ്കിൽ ഏതൊരു വീട്ടിനകത്തും കിച്ചൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് കിച്ചൺ എന്ന് പറയാം. അതുപോലെ തന്നെ ബാത്റൂം, നമുക്ക് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സ്ഥലമാണ് ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഈ ടോയ്ലറ്റ്, ബാത്റൂം, കിച്ചൺ എന്നിങ്ങനെ പറയുന്ന പ്ലേസുകളൊക്കെയാണ് നമ്മൾ നൗണായി ഇംഗ്ലീഷ് ഭാഷയിൽ നൗണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ക്ലാസസ് ഓഫ് പീപ്പിൾ, അതായത് ഇപ്പൊ നമ്മൾ രോഗികളെയൊക്കെ ചികിത്സിക്കുന്നത് നമ്മളെ ഡോക്ടർമാരാണ്. അപ്പം ഈ ഡോക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഒരു നൗണാണ്. അതുപോലെ തന്നെ രോഗികൾ എന്ന് കോമൺ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പേഷ്യന്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് വേണം. ഓക്കെ, അതുപോലെ തന്നെ ചില ടീച്ചേഴ്സ്, അധ്യാപകന്മാർ അവരെ നമ്മൾ കോമൺ ആയിട്ട് ടീച്ചേഴ്സ് എന്ന് വിളിക്കും. അപ്പം അതുപോലത്തെ കുറച്ച് വാക്കുകൾക്കാണ് നമ്മൾ നൗൺ എന്ന് പറയുക. അതായത് ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, പേഷ്യൻസ്, എഞ്ചിനീയേഴ്സ് എക്സെട്ര എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ നൗൺ എന്ന് പറയുക. ഇനിയിപ്പോ കുറച്ച് വസ്തുക്കളായിരിക്കട്ടെ. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ബോക്സ്, പെൻസിൽ, ഇറൈസർ എന്നിങ്ങനെയുള്ള നാമവിശേഷണങ്ങളാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ നൗൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെയുള്ള നൗണുകളെ നമ്മളൊന്ന് ആട്രിബ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ചില വാക്കുകൾ യൂസ് ചെയ്യും. ഉദാഹരണത്തിനായിട്ട് ആ ഡോക്ടേഴ്സ് എല്ലാം മടി പിടിച്ച ഡോക്ടർമാരാണ്. അപ്പൊ നമുക്ക് പറയാം ലൈസി ഡോക്ടേഴ്സ്, ലൈസി ഡോക്ടേഴ്സ്. ആ ഡോക്ടർമാരെല്ലാം മടി പിടിച്ചവരാണ്. അപ്പൊ ലൈസി ഡോക്ടേഴ്സ്, ആ ഡോക്ടർമാരെ നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ലൈസി ഡോക്ടേഴ്സ്, മടിയന്മാരായ ഡോക്ടർമാർ. അപ്പം ഈ മടിയന്മാർ ആയ എന്ന് പറയുന്ന സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവ് എന്ന് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അഡ്ജക്റ്റീവ് എന്താണെന്ന് പറയാം. ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നൗണുകളുടെ മുമ്പിലോ പിന്നിലോ വരുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതായത് ആ ഒരു നൗണിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിനായിട്ട് നമ്മൾ ഡോക്ടേഴ്സ്, കുറെ ഡോക്ടേഴ്സിന്റെ ഒരു ഹോസ്പിറ്റലിനകത്ത്, ആ ഹോസ്പിറ്റലിനകത്തുള്ള ഡോക്ടർ വളരെ എല്ലാവരും മടി പിടിച്ചവരാണ്. അപ്പൊ നമുക്ക് പറയാം ഡോക്ടേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ആർ ലേസി, അല്ലെങ്കിൽ ലേസി ഡോക്ടേഴ്സ് ആർ ലേസി, അല്ലെങ്കിൽ ദ ഡോക്ടേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ആർ വെരി ലേസി.
അപ്പം ഈ ലേസി എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ ആ ഡോക്ടർമാരെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ലേസി എന്ന് പറയുന്ന വാക്കാണ് അവിടെയുള്ള അഡ്ജക്റ്റീവ്. ഓക്കെ, അതുപോലെയുള്ള ഒരു അഡ്ജക്റ്റീവ് ആണ് കോയ്, COY, കോയ്. ഉദാഹരണത്തിനായിട്ട് ഷീ ഹാസ് എ കോയ് സ്മൈൽ, ഷീ ഹാസ് എ കോയ് സ്മൈൽ. ഈ കോയ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എളിമ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പം ഷീ ഹാസ് എ കോയ് സ്മൈൽ എന്ന് പറയുകയാണെങ്കിൽ അവൾക്കൊരു എളിമയാർന്ന ചിരിയുണ്ട്, അവൾക്കൊരു എളിമയാർന്ന ചിരിയുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയണം, ഷീ ഹാസ് എ കോയ് നാച്ചോ, ഷീ ഹാസ് എ കോയ് നാച്ചോ. അവൾക്കൊരു എളിമയാർന്ന പ്രകൃതമാണ്, അല്ലെങ്കിൽ ഒരു മടി പിടിച്ച പ്രകൃതമാണ്, അല്ലെങ്കിൽ പിന്നോട്ട് വലിയുന്ന ടൈപ്പ് പ്രകൃതമാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ വേറൊരു വസ്തുവിനെ എടുക്കാം. ഉദാഹരണത്തിനായിട്ട് കോഴി, നമ്മളുടെ നാടൻ കോഴികൾ, അത് പൂവൻ കോഴിയുണ്ട്, പെടക്കോഴിയുണ്ട് എന്നിങ്ങനെയുള്ള കുറെ കോഴികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഈ പൂവൻ കോഴികൾക്ക് കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വേർഡാണ് കോക്ക്, COCK. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കോഴികളൊക്കെ നമ്മൾ എന്താണ്, കോഴികളുടെ ഒരു പ്രകൃതം എന്താണെന്ന് വെച്ചാല് നമ്മൾ ആ കോഴികളുടെ അടുത്തേക്ക് പോകുമ്പോൾ കോഴികൾ എന്തായാലും പിന്നോട്ട് വരും. നമ്മൾ ഭക്ഷണം കൊണ്ടുവരാണെങ്കിൽ ചിലപ്പം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ അടുത്തേക്ക് വരും. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഈ കോഴികളുടെ ഒരു സ്വഭാവമുണ്ട്, നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ ഒന്ന് ബാക്കോട്ട് വലിയും. അപ്പം അത്തരത്തിലുള്ള ആ ഒരു പ്രകൃതത്തിന്, അതായത് പിന്നോട്ട് വലിയുന്ന ഒരു പ്രകൃതത്തിന് നമ്മൾ കോയിനസ്, കോയ് എന്നൊക്കെ പറയാറുണ്ട്, COY. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഉദാഹരണത്തിനായിട്ട് ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് എ കോയ് ഹെൻ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ കോയ് കോക്ക്, ദാറ്റ് ഈസ് എ കോയ് ഹെൻ ഓർ ദാറ്റ് ഈസ് എ കോയ് കോക്ക്. ദാറ്റ് ഈസ് എ കോയ് ഹെൻ എന്ന് പറയുകയാണെങ്കിൽ അതൊരു പിന്നോട്ട് വലിയുന്ന ടൈപ്പ് ഒരു പെടക്കോഴിയാണ്. അതായത് നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ പിന്നോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എളിമയാർന്ന ഒരു കോഴിയാണ്. നമ്മളങ്ങനെ നമ്മള് മൃഗങ്ങൾക്കൊന്നും എളിമയാർന്ന മൃഗങ്ങളൊന്നും പറയാറില്ല. അപ്പം നമുക്ക് ആ ഒരു അർത്ഥം അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു അർത്ഥം വരുന്നത് പിന്നോട്ട് വലിയുന്ന പ്രകൃതമുള്ളത് എന്നാണ്. ദാറ്റ് ഇസ് എ കോയ് ഹെൻ എന്ന് പറയുകയാണെങ്കിൽ അതൊരു പിന്നോട്ട് വലിയുന്ന ടൈപ്പ് പെടക്കോഴിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ദാറ്റ് ഇസ് എ കോയ് കോക്ക് എന്ന് പറയുകയാണെങ്കിൽ അതൊരു പിന്നോക്കം പോകുന്ന ഒരു കോഴിയാണ്, നമ്മള് പൂവൻ കോഴിയാണ്. വേറൊരു ഉദാഹരണം പറയാം, ഐ ആം കോയ് ഓൺ ദാറ്റ് സബ്ജക്ട്, ഐ ആം കോയ് ഓൺ ദാറ്റ് സബ്ജക്ട്. ഈ ഒരു വാചകം വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ചിരി വരും. ഐ ആം കോയ് ഓൺ ദാറ്റ് സബ്ജക്ട്, ഞാൻ ആ വിഷയത്തിൽ ഭയങ്കര കോയിയാണ് എന്നല്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഐ ആം വെരി കോയ് ഓൺ ദാറ്റ് സബ്ജക്ട് എന്ന് പറയുകയാണെങ്കിൽ, സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിഷയം. ഐ ആം കോയ് ഓൺ ദാറ്റ് സബ്ജക്ട്, ഞാൻ ആ ഒരു വിഷയത്തിൽ തീരെ താല്പര്യമില്ലാത്തവരാണ്, അതായത് പിന്നോട്ട് വരും. ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് സിനിമ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ അവിടെ പോയിരിക്കണം. ഉദാഹരണത്തിനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്, സിനിമ ഫീൽഡുകളും സിനിമയുടെ രംഗങ്ങളുമായിട്ട് ഒന്നും തീരെ താല്പര്യമില്ല. അപ്പം അവരുടെ കൂടെ നിന്ന് ആ ഒരു വർത്തമാനം കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും താല്പര്യമില്ലാതെ പിന്നോട്ട് വലിഞ്ഞുകൊണ്ട് പോരും, ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്ട് ആയതുകൊണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് പറയാം ഐ ആം കോയ് ഓൺ ദാറ്റ് സബ്ജക്ട്, ഐ ആം കോയ് ഓൺ ദാറ്റ് സബ്ജക്ട്. ആ ഒരു വിഷയത്തിൽ എനിക്ക് തീരെ താല്പര്യമില്ല, തീരെ സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ പിന്നോട്ട് പോകും. അവരെന്തായാലും ആ സബ്ജക്റ്റില് പിന്നോട്ട് പോകും. അതായത് അവൻ ആ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ അവൻ അവന് തീരെ താല്പര്യം ഉണ്ടാവില്ല ആ ഒരു വിഷയത്തിൽ, അതുകൊണ്ട് അവന് പുറകോട്ട് പോകും. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് കരുതുന്നു, ഇൻഫോർമേറ്റീവ് ആണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല എന്റെ യൂട്യൂബ് ചാനൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഫ്രീക്വന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ ആ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ഇൻഫർമേഷൻസുമായിട്ട് കാണാം. അതുവരെ സീ യു. വെൽക്കം ബാക്ക് ടു അജൂസ് ഇംഗ്ലീഷ്. ഞാൻ അജ്മൽ ഷാവിൽ. ഇന്നത്തെ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയൊരു കഥയിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ കൊല്ലം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളമുണ്ട്, ആ കുളത്തിനടുത്ത് ഇങ്ങനെ പോയിരിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പം ആ കുളത്തിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു മാളത്തിലൂടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു അതിഥിയുണ്ട്, ഒരു കീരി. ഒരു വെളുത്ത രോമൊക്കെയുള്ള ഒരു വലിയ കീരിയാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാറുണ്ട് ആ ഒരു കുളത്തിൻ്റെ സൈഡിൽ. ഈ കീരിയുടെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ, ഒരു താറാവിനെ പോലത്തെ ഒരു കിളിയുണ്ട്, ആ കിളിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ കീരി തരാറ്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ തമ്പുചേരി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്. ദ ഹ്യൂമങ്കസ് മംഗൂസ് ആൻഡ് ദ ഗൂസ് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പം നമുക്ക് ആദ്യം ആ വാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ ഹ്യൂമങ്കസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വലിയ ഭീമകരമായിട്ടുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ, വസ്തുവിനെ മാത്രമല്ല ഒരു അവസ്ഥക്കൊക്കെ നമ്മൾ എന്ത് പറയും, ഹ്യൂമങ്കസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത വേർഡ് ദ ഹ്യൂമങ്കസ് മംഗൂസ്. ഈ കീരിക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ മംഗൂസ് എന്ന് പറയാം. ഓക്കെ. ആൻഡ് ദ ഗൂസ്. ഈ ഗൂസ് എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ കുളത്തിൻ്റെ ഒക്കെ അടുത്തുണ്ടാവുന്ന ഈ താറാവുകളുടെ പോലുള്ള ഒരു കിളിക്കാണ് നമ്മൾ ഗൂസ് എന്ന് വിളിക്കാറ്. ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യു സ്റ്റുപ്പിഡ് ഗൂസ് എന്നൊക്കെ പറയാറുണ്ട്. യു സ്റ്റുപ്പിഡ് ഗൂസ്, യു സ്റ്റുപ്പിഡ് ഫൂൾ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ആർ യു എ ഗൂസ്, നീ ഒരു വിഡ്ഢിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ഗൂസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു സെൻറ്റൻസിലേക്ക് കറക്റ്റ് ഒന്ന് നമുക്ക് ഈ സെൻറ്റൻസിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ദ ഹ്യൂമങ്കസ് മംഗൂസ് ആൻഡ് ദ ഗൂസ്, അല്ലെങ്കിൽ ആൻഡ് എ ഗൂസ്. ഞാനിപ്പോൾ പറഞ്ഞ 2 സെൻറ്റൻസുകളിലും എന്താണ് വ്യത്യാസങ്ങൾ? എന്തിനാണ് ദ ഹ്യൂമങ്കസ് എന്ന് പറയുന്നത്? എ ഹ്യൂമങ്കസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷിനകത്ത് ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്. ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ദ. ഓക്കെ, ദ. അപ്പോൾ ഈ ദ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യണം? പല ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷനാണ്. ഈ ദ എവിടെ യൂസ് ചെയ്യണം, എ എവിടെ യൂസ് ചെയ്യണം, ആൻ എവിടെ യൂസ് ചെയ്യണം എന്നിങ്ങനെയുള്ളത്. ഈ എയും ആനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ദ ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആ കുളത്തിൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കീരിയാണെങ്കിൽ എനിക്ക് പറയാം ദ ഹ്യൂമങ്കസ് മംഗൂസ്, അല്ലെങ്കിൽ ദ മംഗൂസ്. വലിയ ഒരു ഭീകരമായിട്ടുള്ള ഒരു കീരിയാണ്. അപ്പോൾ ദ മംഗൂസ് എന്ന് എനിക്ക് പറയാം, ദ മംഗൂസ്. കാരണം നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങി, ഇപ്പോൾ ഒരു സോപ്പ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്, നമുക്ക് അറിയാം, നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഐ ബോട്ട് ദ സോപ്പ് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാണ് അവിടെ ചേർക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിനായിട്ട് പറയാണ്, ഞാൻ സ്ഥിരമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യൂഷ്വലി ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്, രാവിലെ. അപ്പോൾ നമ്മളവിടെ ദ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഈ സെൻറ്റൻസിൽ ദ ഹ്യൂമങ്കസ് മംഗൂസ് ആൻഡ് ദ ഗൂസ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആ ഗൂസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ താറാവിനെ പോലത്തെ ഒരു പ്രത്യേക ഇനം കിളികൾക്കാണ് നമ്മളെന്ത് ഗൂസ് എന്ന് പറയാം. അപ്പം ഈ ഗൂസ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആ കുളത്തിൻ്റെ അടുത്തുള്ള സ്ഥിരമായിട്ട് കാണുന്ന ഒരു കിളിയാണെങ്കിൽ നമുക്ക് ദ ഗൂസ് എന്ന് പറയാം. അല്ലെങ്കിൽ എ ഗൂസ്, ഏതെങ്കിലും ഒരു കിളി ഞാൻ കാണാറുണ്ട്. ഐ സോ എ ഹ്യൂമങ്കസ് ഗൂസ്, ഐ സോ എ ഹ്യൂമങ്കസ് ഗൂസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ 2 വാക്കുകളുടെയും പ്ലൂറൽസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ മംഗൂസ് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്ലൂറൽ എന്താണ്? മംഗൂസസ് ആണ്. മംഗൂസസ്. ഒരു കിരിക്ക് നമ്മൾ മംഗൂസ് എന്ന് പറയും. കൂടുതൽ കിരികളുണ്ടെങ്കിൽ മംഗൂസസ് എന്ന് പറയും. ഓക്കെ. അതേപോലെ ഒരു ഗൂസാണെങ്കിൽ, ഒരു കിളിയാണെങ്കിൽ നമ്മൾ അതിനെ ഒരു ഗൂസ് എന്നാണ് പറയാം. ഇനി ഒരുപാട് കിളികളുണ്ടെങ്കിൽ, കുളത്തിൻ്റെ ചുറ്റുവക്കത്തും കുറേ കിളികൾ, അങ്ങനത്തെ ഗൂസുകൾ കുറേ വന്നിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്ലൂര് നമ്മൾ ഗീസ് എന്നാണ് പറയാം. ഗീസ്. അപ്പം ഉദാഹരണത്തിനായിട്ട് ആ ഗൂസ് വെള്ള നിറത്തിലുള്ള ഒരു ഗൂസാണെങ്കിൽ ദ ഗൂസ് ഈസ് വൈറ്റ്. ദ ഗൂസ് ഈസ് വൈറ്റ്. അവിടെ ഞാൻ പറഞ്ഞത് ഗൂസ് കുറച്ചുകൂടി സ്പെസിഫിക് ആക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഗൂസ് ആയതുകൊണ്ട് ദ ഗൂസ് ഈസ് വൈറ്റ് ഇൻ കളർ. ദ ഗൂസ് ഈസ് വൈറ്റ് ഇൻ കളർ. ഇനിയിപ്പം കുറേ ഗൂസുകൾ അവിടെ കടന്നിട്ട് വെള്ളത്തിലുണ്ട് എന്നങ്ങനെ പറയാം. ദ ഗീസ് ആർ ഇൻ ദ പോണ്ട്. പോണ്ട് എന്ന് പറയുകയാണെങ്കിൽ ചെറിയ കുളത്തിലേക്കാണ് പോണ്ട് എന്ന് പറയാം. ദ ഗീസ് ആർ ഇൻ ദ റിവർ, അല്ലെങ്കിൽ ദ ഗീസ് ആർ ഇൻ ദ പോണ്ട്. കാരണം എന്താ, ഈ ഗൂസ് എന്നതിൻ്റെ പ്ലൂറലാണ് ഗീസ്. ഗീസ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഗൂസസുകൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ആർ ചേർക്കണം. ഗൂസ് ആർ ഇൻ ദ പോണ്ട്. ഓക്കെ.
ഇനിയിപ്പോൾ നമ്മൾ എവിടെയാണ് ആന് ചേർക്കേണ്ടത്? ഇപ്പം ദ എന്ന് എവിടെ പറഞ്ഞു, എ എന്നാണ് എവിടെ ചേർക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഇനി എവിടെ നമ്മൾ ആന് ചേർക്കണം? ഇനി ചില വാക്കുകൾ ഇംഗ്ലീഷിനകത്തുള്ള ചില വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കോൺസണന്റ് ലെറ്റേഴ്സിലും സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകളുണ്ട്, വൊവൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൊവൽ എന്ന് പറയുകയാണെങ്കിൽ എ ഇ ഐ ഒ യു എന്ന് പറയുന്ന ലെറ്റേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വേർഡ്സിനെ നമുക്ക് എന്ത് പറയാം? വൊവലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സുകളെല്ലാം എന്താണ്? കോൺസണന്റ് ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ കോൺസണന്റ് ലെറ്റേഴ്സിൻ്റെ കൂടെ വരുന്ന വാക്കുകൾക്കാണ് നമ്മൾ എ സാധാരണ ചേർക്കുക. ഉദാഹരണത്തിനായിട്ട് എ ഡോക്ടർ, എ ഗൂസ്, എ മങ്കി, എ മാംഗോ, എ ലോയർ. ഓക്കെ, ഇനി എവിടെ ആന് വരണം? ആൻ എന്ന് പറയുകയാണെങ്കിൽ ഈ വൊവൽ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വേർഡുകളുടെ മുമ്പിൽ ആന് വരണം. ഇനിയിപ്പോൾ ഞാൻ ഉദാഹരണത്തിനായിട്ട് ഒരു കീരിയെയും ഒരു പരുന്തിനെയാണ് അവിടെ കണ്ടത്. അപ്പോൾ ഞാൻ എങ്ങനെ പറയാം? ഐ സോ എ മംഗൂസ് ആൻഡ് ആൻ ഈഗിൾ. ആൻ ഈഗിൾ, പരുന്തിന് ഇംഗ്ലീഷിൽ ഈഗിൾ എന്നാണ് പറയുക, EAGL, ഈഗിൾ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ആന് വരും. അപ്പം വൊവൽസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡുകളാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആന് ചേർക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ദ യൂസ് ചെയ്യും. ഏതെങ്കിലും ഒരാൾ, അതായത് സ്പെസിഫിക് ആണ് ദ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എയും ആനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു വസ്തു, ഏതെങ്കിലും ഒരു സാധനം എന്തിനാണ് ആനും എയും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്ര ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ അറിവുകളായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും സീ യു. ഈ തെറ്റിക്കുക എന്നുള്ളതിന്റെ ഒരു ഇംഗ്ലീഷ് പദം ഡീവിയേറ്റ് എന്നാണ് കുറച്ചുകൂടി ബെറ്റർ അവിടെ യൂസ് ചെയ്യാൻ. ഡീവിയേറ്റ് ഒന്ന് യൂസ് ചെയ്തോളൂ. ഇനി അത് തെറ്റായിപ്പോയി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മിസ്റ്റേക്കൺലി എന്ന് പറഞ്ഞാൽ മതി. മിസ്റ്റേക്കൺലി. ഓക്കെ, പിന്നെ അത് എന്റെ തെറ്റാണെന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. അത് എന്റെ തെറ്റാണ്, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ. ഹായ്, ഐ ആം ദിയ. അജ്യൂസ് ഇംഗ്ലീഷിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം നിങ്ങളിട്ടിരുന്ന വാസ്വെയർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ കണ്ടിരുന്നു ഞാൻ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അതിന് ഒരുപാട് താങ്ക് യു. അതുപോലെ തന്നെയാണ് എനിക്കൊരു ഡൗട്ട് വരികയും ചെയ്തത്. ഐ വെയർ എന്നൊരു പ്രയോഗം പലരും യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി നിങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഐ വെയർ എവിടെയെല്ലാം ഏതെല്ലാം സന്ദർഭത്തിൽ യൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഉപകാരമായെന്നെ. അതിൻ്റെ ഒരു യൂസേജ് എങ്ങനെയാണ് വരുന്നത് എന്നതിനെപ്പറ്റി പറഞ്ഞു തന്നെങ്കിൽ കൊള്ളാമായിരുന്നു. യെസ്, എക്സാക്ട്ലി. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് വാസ് ഓർ വേർ എന്ന് പറയുന്ന ഒരു വീഡിയോക്കകത്ത് ഐ വേർ എന്ന് പറയുന്ന പ്രയോഗം യൂസ് ചെയ്തിട്ടില്ല. അത് എന്റെ തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു അവസ്ഥയാണത്. അത് ആക്ച്വലി ഒരു വേറെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ദേ വേർ പ്ലേയിങ്, അവർ കളിക്കുകയായിരുന്നു, ചിൽഡ്രൻ വേർ ക്രൈയിങ്, കുട്ടികൾ കരയുകയായിരുന്നു എന്നിങ്ങനെ അർത്ഥം വരുന്ന ആ ഒരു വേറാണ് ആ വേറ്. പക്ഷെ ഈ ഒരു വേറെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഈ ഒരു വേറെ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളൊരു ഊഹം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വേറെ യൂസ് ചെയ്യാറ്. ഞാൻ ഹൈപ്പോത്തറ്റിക്കൽ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് പദം ഇങ്ങനെയാണ്. ഞാൻ തമ്പനയിൽ മാത്രം കൊടുത്തിട്ടുള്ളത് ഒരു അട്രാക്ഷന് വേണ്ടി കൊടുത്ത് മാത്രമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഈ ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഊഹം പറയുക എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഊഹം പറയും. ഉദാഹരണത്തിനായിട്ട് ഞാൻ നീ ആയിരുന്നെങ്കിൽ ഞാൻ പുറത്ത് പോയേനെ. അതുപോലെ തന്നെ ഞാൻ അവളായിരുന്നെങ്കിൽ ഞാൻ എക്സാം വിജയിച്ചേനെ എന്നിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ വാസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമല്ല അവിടെ യൂസ് ചെയ്യുക, വേർ ആണ് യൂസ് ചെയ്യുക. ഞാൻ നീ ആയിരുന്നെങ്കിൽ, ഇഫ് ഐ വേർ യു, ഇഫ് ഐ വേർ യു, ഐ വാസ് യു എന്നല്ല, ഐ വേർ യു. ഇഫ് ഐ വേർ യു, ഐ മൈറ്റ് ഹാവ് ഗോൺ ഔട്ട്സൈഡ്, ഐ മൈറ്റ് ഹാവ് ഗോൺ ഔട്ട്സൈഡ്, ഞാൻ പുറത്ത് പോയേനെ. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം നോക്കാം. നമ്മളിപ്പോ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പേസ് കണ്ടു റോട്ടില്. അപ്പൊ അതിനകത്ത് കുറച്ച് പേപ്പേഴ്സ് മാത്രം കണ്ടു, അതിനകത്ത് പണമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായിരിക്കും, ആ ഒരു പൈസ എടുക്കാനുള്ള ഒരു ടെൻഡൻസി കുറയും. അപ്പൊ നമുക്ക് ആ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് ജസ്റ്റ് വീട്ടിലൊക്കെ പോയിട്ട് പറയാം,
ഇഫ് ഇറ്റ് വേർ മണി ഐ മൈറ്റ് ഹാവ് ടേക്കൺ. ഇഫ് ഇറ്റ് വേർ മണി, അതിനകത്ത് പണമായിരുന്നെങ്കിൽ ഞാൻ അത് എടുത്തേനെ. ഇഫ് ഇറ്റ് വേർ മണി ഐ മൈറ്റ് ഹാവ് ടേക്കൺ. ഓക്കെ, മറ്റൊരു ഉദാഹരണം നോക്കാം. ജോൺ ധനികനായിരുന്നെങ്കിൽ അവന് ഒരു ലംബോർഗിനി കാർ വാങ്ങാമായിരുന്നു. അത് നമ്മളെങ്ങനെ വേർ ചേർത്ത് പറയും? ഇഫ് ജോൺ വേർ റിച്ച്, ഇഫ് ജോൺ വേർ റിച്ച്, ജോൺ ധനികനായിരുന്നെങ്കിൽ ഹി മൈറ്റ് ഹാവ് ബോട്ട് എ ലംബോർഗിനി. ഹി മൈറ്റ് ഹാവ് ബോട്ട് എ ലംബോർഗിനി. ഊഹിക്കലൊക്കെ നമ്മൾ പ്രസന്റ് ടെൻസിലാണ്. നമ്മളുടെ ഊഹങ്ങളൊക്കെ പ്രസന്റ് ടെൻസിലായിരിക്കും. പക്ഷെ അത് എന്തായിരിക്കും? ഫ്യൂച്ചറിലുള്ള ഒരു ഊഹങ്ങളായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് തന്നെ ഊഹിച്ചുകൊണ്ടിരിക്കും. അതായത് ഇപ്പൊ നമ്മള് പെട്ടെന്ന് ഒരു കാറ് കംപ്ലൈന്റ് ആയി, നമ്മൾ എന്ത് പറയും? നീ ആയിരുന്നെങ്കിൽ ഞാനത് ശരിയാക്കിയേനെന്നൊക്കെ പറയും. നീ ആയിരുന്നെങ്കിൽ ഞാനത് ശരിയാക്കിയേനെ, നീ ആയിരുന്നെങ്കിൽ ഞാനിപ്പോ അവിടെ എത്തിയേനെ, ഞാൻ ഇത്ര പഠിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഡോക്ടർ ആയേനെ എന്നിങ്ങനെയൊക്കെ പറയുന്ന കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഇത്തരത്തിൽ കണ്ടീഷൻസിൽ മാത്രമാണ് നമ്മൾ ഐ വേർ എന്ന് പറയുന്ന ഒരു പ്രയോഗം യൂസ് ചെയ്യാറ്. ഐ വാസ് എന്നല്ല പറയാ. ഇഫ് ഐ വാസ് യു ഐ ഹാവ് ഡൺ ഇറ്റ്, അല്ലെങ്കിൽ ഇഫ് ഐ വാസ് യു ഐ വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ, ഐ വിൽ റിപ്പയർ ഇറ്റ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ഐ വാസ് എന്നല്ല പറയാ. ആ ഒരു സാഹചര്യത്തിൽ ഐ വേർ എന്നാണ് പറയാ. അതുകൊണ്ട് ഈ ഒരു കാര്യം ഒരു സ്പെഷ്യൽ കേസാണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറയുകയാണെങ്കിൽ ഊഹിക്കുക എന്നാണ്. അതുപോലെ തന്നെ ഒരു തെറ്റ് ചെയ്യുന്നതിന് ഇറ്റ് വാസ് മിസ്റ്റേക്കൺ എന്നാണ് പറയാ. ഇറ്റ് വേർ മിസ്റ്റേക്കൺ എന്നല്ല പറയാ. പല ആളുകളും എനിക്ക് അങ്ങനെ അയച്ചു തന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേർ എന്ന് പറയുന്ന ഒരു വേർഡ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഈ ഒരു സാഹചര്യങ്ങളിൽ മാത്രമാണ് വേർ യൂസ് ചെയ്യുക. ഐ വേർ, ഷീ വേർ, ഇറ്റ് വേർ, വി വേർ, ദേ വേർ എന്നൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അജൂസ് ഇംഗ്ലീഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുകളായിട്ട് കാണാം. ഗുഡ് ബൈ.